ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ നാട്ടുകാർക്ക്, സ്നേഹിതർക്ക് ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില പാട്ടുകളിലൂടെ ദൈവസ്നേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. മനുഷ്യന്റെ സ്നേഹമെല്ലാം താൽക്കാലിക മാത്രമാണ്. നമുക്ക് പണമുള്ളപ്പോഴോ ആരോഗ്യമുള്ളപ്പോഴോ ഒക്കെ അനേകർ നമ്മളെ സ്നേഹിക്കാനുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ, തകർച്ചയുടെ അനുഭവങ്ങളിൽ പലപ്പോഴും നാം അർഹിക്കുന്ന സ്നേഹവും കരുതലും നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ലോകത്തിലുള്ള ഒരു മനുഷ്യന്റെയും സ്നേഹത്തിന് തുല്യമല്ല. അതിനപ്പുറമായി നമ്മുടെ താഴ്ചയിലും തകർച്ചയിലും കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും കൈവിടാതെ നമ്മെ കരുതുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ചില നിമിഷങ്ങൾ വിശുദ്ധ വേദത്തിൽ നിന്ന് ദൈവിക സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദയവായി നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ സന്ദേശം കേൾക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾ വളരെ താഴ്മയോടെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. കുമളി പട്ടണത്തിലുള്ള ഈ റോസാപ്പൂക്കണ്ടം എന്ന ഈ ഗ്രാമം വളരെയധികം സ്നേഹം നിറഞ്ഞതായ ജനങ്ങൾ വസിക്കുന്നതായ ഒരു സ്ഥലമാണ് ഈ റോസാപ്പൂക്കണ്ടം. പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പല ഭവനങ്ങളിലും കയറിയിറങ്ങി ദൈവിക സന്ദേശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുകയും ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്നത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഒരു മതഗ്രന്ഥമല്ല, ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട പുസ്തകമല്ല. കാലങ്ങളേറെ കഴിഞ്ഞിട്ടും കാലപ്പഴക്കം കൂടാതെ ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരോടും ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും മനുഷ്യ ഹൃദയത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് ഇതൊരു മതഗ്രന്ഥമല്ല, പ്രസ്തുത ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരാൽ ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ട് എഴുതി പൂർത്തീകരിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഇന്ന് ലോകത്തിൽ നടക്കുന്നത്, ഇനി നടക്കാൻ പോകുന്നതുമായി നടന്നു കഴിഞ്ഞതുമായ സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രവചനാത്മാവിൽ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാളവണ്ടി യുഗത്തിൽ നിന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എത്തി നിൽക്കുന്ന ലോകത്തില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച വിശുദ്ധ വേദപുസ്തകത്തിന് ഇതുവരെയും ഒരു തിരുത്തൽ വേണ്ടി വന്നിട്ടില്ല. കാരണം ഇതിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഓരോന്നും ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി ദൈവം എഴുതപ്പെട്ട വചനമാണ്. ഇത് വായിക്കുകയും ഇത് ഗ്രഹിക്കുകയും ഇതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്നതും
ജനഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തതുമായ ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ആയതുകൊണ്ട് ഈ വചനം പ്രഘോഷിക്കുന്നത്, ഈ വചനത്തിലെ വാക്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്നത് ഞങ്ങൾക്കിന്ന് അഭിമാനമാണ്. കാരണം ഇതിന്റെ വചനത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റം കൂടാതെ ഇത് ദൈവവചനമായി എന്നും നിലനിൽക്കുന്നത് കൊണ്ട്, എക്കാലത്തും മനുഷ്യന് രൂപാന്തരം വരുത്തുന്നത് കൊണ്ട് ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനേകമായ ചോദ്യങ്ങളുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നു? ഇവിടെ ഞാൻ എന്തിനായിരിക്കുന്നു? ഇനി എന്റെ ഭാവി എന്തായിത്തീരും? തുടങ്ങിയ മനുഷ്യന്റെ പലവിധമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുന്ന ഗ്രന്ഥമത്രേ വിശുദ്ധ വേദപുസ്തകം. നിങ്ങൾ നിരാശയോ ഭാരത്തിലോ സമാധാനമില്ലാതെയോ സന്തോഷമില്ലാതെയോ തകർച്ചയുടെയോ ഭാരത്തിന്റെ വാക്കിലായിരിക്കുന്നുവോ? ഈ വിശുദ്ധ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഇത് അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് നിശ്ചയമായും ഒരു രൂപാന്തരം ഉണ്ടാകും. അതുകൊണ്ട് അല്പനിമിഷം നിങ്ങളുടെ വിലപ്പെട്ട സമയം വചന കേൾവിക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുമായി സംസാരിക്കുവാൻ ഇവിടെ തിരഞ്ഞെടുത്ത വേദപുസ്തകത്തിലെ വചനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഇടയിൽ ആഗ്രഹിക്കുന്നത്. അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇവിടെ ദൈവവചനമാകുന്ന സുവിശേഷത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രാരംഭമായ എന്റെ സന്ദേശത്തിൽ വിശുദ്ധ വചനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വേണ്ടിയായിത്തീർന്നു. ഇപ്പോൾ ഞാൻ വായിച്ചതായ വിശുദ്ധ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമതായി ഇവിടെ കാണുന്നു, പ്രാരംഭത്തിൽ വായിച്ച വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷത്തിന്റെ സത്യവചനം. ഈ വിശുദ്ധ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് സത്യവചനം എന്നാണ് വിശുദ്ധ വേദപുസ്തകം തന്നെ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാം, നാം ഓരോ ദിവസം പത്രങ്ങൾ വായിക്കുമ്പോൾ ആ വാർത്തകൾ ഒരു ദിവസം കഴിയുമ്പോൾ അത് പഴയ വാർത്തയായി തീരുന്നു, അല്ലേ? ഒരിക്കലും നമ്മളാരും വായിച്ച പത്രം എല്ലാ ദിവസവും അതേ പത്രം തന്നെ വായിക്കാറില്ല. ഓരോ ദിവസവും വാർത്തകളുടെ പുതുമ അറിയാൻ വേണ്ടി ഓരോ ദിവസവും നാം ലഭിക്കുന്ന പത്രങ്ങൾ അതിൻ്റെതായ പുതുമയോടുകൂടി വായിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത, ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സത്യവചനം എന്നാണ് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിക്കുന്നത്. എന്നതിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. കാലങ്ങൾക്കതീതമായി കാലം എത്ര തന്നെ മുന്നേറിയാലും എത്ര തന്നെ മാറ്റങ്ങൾ സംഭവവികാസങ്ങൾ ഈ ലോകത്ത് കടന്നു വന്നാലും മാറ്റം കൂടാതെ സത്യമായി നിലനിൽക്കുന്ന വചനമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ഇത് സത്യവചനമാണ്. പല വ്യക്തികളും ഇതിൽ വചനം സത്യമല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഈ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വായിച്ചവരൊക്കെ പിന്നീട് ഇതിന്റെ പ്രഘോഷകരായി തീർന്നു എന്നുള്ള വസ്തുത നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന്റെ തെറ്റുകൾ കണ്ടെത്തുവാൻ ലോക ചരിത്രത്തിൽ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത് ഇത് സത്യവചനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ലോകത്തിലുള്ള സകലത്തിന്റെ ആരംഭത്തെ കുറിച്ച് വിവരിക്കുന്നു. എങ്ങനെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെ ഈ അഖിലാണ്ടം സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള ആരംഭങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യരായ നമ്മളെല്ലാവരും യാദൃശ്ചികമായി ഈ ലോകത്തിൽ കടന്നു വന്നവരല്ല. നാം എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അനേക രാസവസ്തുക്കൾ, അനേക വസ്തുക്കൾ, ഈ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ അനേക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പരിണാമ സിദ്ധാന്തം. കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായതെന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം. എന്നാൽ മനുഷ്യനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് ഇന്നത്തെ ശാസ്ത്രം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധ വേദപുസ്തകം സത്യവചനമാണ്. ഇന്ന് നിങ്ങളുടെ നടുവിൽ ഈ സത്യവചനത്തിന്റെ പ്രഘോഷകനായി നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരുപക്ഷെ സത്യം അറിയുന്ന ഒരു സത്യാന്വേഷിയായിരിക്കും താങ്കൾ. പല മതങ്ങളിലും പല ഗുരുക്കന്മാരിലും പല വ്യക്തികളും പഠിപ്പിക്കുന്ന പഠനങ്ങളിൽ ഏതാണ് സത്യമെന്ന് ഒരു സത്യാന്വേഷിയപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ സായാഹ്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് പറയുവാനായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് ഇതാ വിശുദ്ധ വേദപുസ്തകം സത്യവചനമാണ്. നിങ്ങൾക്ക് സത്യം അറിയണമോ? വിശുദ്ധ വചനത്തിലേക്ക് മടങ്ങുക, ദൈവവചനം കേൾക്കുക, ഈ വചനം വായിക്കുക. നിശ്ചയമായും ഇതിലെ സത്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വചനത്തിൽ ഇങ്ങനെ കാണുന്നു, 6-ാം വാക്യത്തിൽ, ആ സുവിശേഷം സർവലോകത്തിലും എന്നതുപോലെ. ദൈവവചനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇത് സത്യവചനമാണ്. 2, ഇത് സർവലോകത്തിലുമുള്ളതാണ്. ഒരു പ്രത്യേക രാജ്യത്തിനോ ജനതയ്ക്കോ വേണ്ടി എഴുതപ്പെട്ടതല്ല വിശുദ്ധ വേദപുസ്തകം. ഇത് സർവലോകത്തിലുമുള്ളതാണ്. എവിടെയൊക്കെ മനുഷ്യജീവനുണ്ടോ അവിടെയൊക്കെ എത്തിച്ചേരുന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യം എന്ന് പറയുന്നത്. ഇത് സർവലോകത്തിലുമുണ്ട്. ലോകത്തിൽ ഏത് സ്ഥലങ്ങളിലൂടെ കടന്നു ചെന്നാലും അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം എത്തിച്ചേർന്നതായി കാണുവാനായിട്ട് ഇടയായിത്തീരും. എത്രയോ തടസ്സങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തെ തകർത്ത് കളയുവാൻ അനേക രാഷ്ട്രങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്, അനേക നേതാക്കന്മാർ ഉദയം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാം ജീവിതവും ചരിത്രവും ഈ ഭൂമിയിൽ അസ്തമിച്ചപ്പോൾ ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ സത്യവചനമാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്, ദൈവവചനം എന്ന് പറയുന്നത് സർവ്വലോകത്തിലുമുള്ള വചനമത്രേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഇത് അമേരിക്കക്കാരന് വേണ്ടി മാത്രമല്ല, ഇംഗ്ലണ്ടുകാരന് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്കാർക്ക് വേണ്ടി ഈ റോസാപ്പൂ കണ്ടത്തിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങൾക്ക് കൂടെ ഉള്ളതാണ് വിശുദ്ധ വചനം. ഇത് സർവ്വലോകത്തിലും പരക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് വേണ്ടി ദൈവം കൊടുത്ത വിലപ്പെട്ട സമ്മാനമാണ് വിശുദ്ധ വചനം എന്ന് പറയുന്നത്. ഇത് സർവ്വലോകത്തിലും ഉള്ളതാണ് എന്നവിടെ കാണുവാൻ ഇടയായിത്തീരുന്നു. അടുത്തതായി വചനത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ അടുക്കലുമെത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായെങ്കിലും ശരി, ഈ ദൈവത്തിന്റെ വചനം നിങ്ങളെ തേടി വരുന്ന വചനമാണ്. കാരണം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രഘോഷിക്കുന്നതായ, ഉയർത്തി കാണിക്കുന്ന ഒരേ രക്ഷകനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു താൻ വചനമത്രേ. വചനമാകുന്ന ക്രിസ്തു, വചനമാകുന്ന ദൈവം
നിങ്ങളുടെ അടുക്കലെത്തുന്നതാണ്. ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ പല തകർച്ചയിലോ ഭാരത്തിലോ ഒക്കെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. പല കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു പ്രത്യാശ കാണുവാൻ കഴിയാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും താങ്കൾ. എന്നാൽ ഒരു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ അടുക്കലെത്തുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെ പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നതുള്ളത് ആ സത്യവചനം. നിങ്ങൾ ഓരോരുത്തരും തേടി വന്നു എന്ന് പ്രഘോഷിക്കുന്ന സത്യവചനം നിങ്ങളെ തകർച്ചയിൽ നിന്ന് വിടുവിക്കുവാൻ, നിങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം തരുവാൻ കഴിയുമെന്ന് പ്രഘോഷിക്കുന്ന ഈ വചനം നിങ്ങളുടെ അടുക്കലെത്തുന്നു. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ അടുക്കലെത്തുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ വീടിനുള്ളിലായിരിക്കാം, വഴിയോരങ്ങളിലായിരിക്കാം എന്നെ ശ്രമിക്കുന്നത്. ഈ വചനം ഇതാ നിങ്ങളുടെ അടുക്കലെത്തുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദരി, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട വ്യക്തികളല്ല. നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ അസ്തമിക്കേണ്ടവരല്ല. നിങ്ങളെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ മക്കളെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾ ആ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി തിരിച്ചറിയണമെങ്കിൽ ഈ വചനം നിങ്ങൾ അംഗീകരിക്കുമ്പോൾ സാധ്യമാണ്. ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. നിങ്ങൾ ഈ വചനം തേടിപ്പോകേണ്ട ആവശ്യമില്ല. എവിടെയാണ് സത്യമെന്ന് നിങ്ങൾ തേടിപ്പോകേണ്ട ആവശ്യമല്ല. എവിടെയാണ് എനിക്കൊരു മോചനം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് അറിഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഇതാ വചനം നിങ്ങളെ തേടിയെത്തുകയാണ്. ഒരുപക്ഷെ നാളെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ലോകത്തിലെ സംഭവങ്ങൾ വളരെ മ്ലേച്ഛകരമായി ഭയാനകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന പലരെയും ഒരുപക്ഷെ നാളെ കാണുവാൻ കഴിയത്തില്ല. നിഴൽ പോലെ എത്രേ, വെള്ളത്തിലെ കുവള പോലെ എത്രേ. ഇന്ന് കാണുന്ന പൂ പോലെയുള്ളൂ, നാളെ വാടിപ്പോകുന്ന പൂ പോലെ മനുഷ്യ ജീവിതം. സ്നേഹിത സഹോദരങ്ങളെ, നമുക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? പണമുണ്ടെന്ന് അഹങ്കരിക്കുവാൻ കഴിയുമോ? വിദ്യാഭ്യാസമുണ്ടെന്ന് അഹങ്കരിക്കുവാൻ കഴിയുമോ? പേരുണ്ട്. എന്തിനേറെ നമ്മുടെ സ്വന്തക്കാർ പോലും, നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മളെ വിളിക്കുന്ന ഒരൊറ്റ പേരാണ് ശവം. അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലെത്തുകയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ഒരു മതപ്രഭാഷണമായിട്ട് ഇത് ഏറ്റെടുക്കരുത് കേട്ടോ. ഞാൻ പ്രസംഗിക്കുന്ന ഒരു മതപ്രഭാഷണമല്ല. ഞങ്ങൾ ആരെയും മതം മാറ്റുവാനുള്ള പ്രസംഗമല്ല ഇവിടെ നടത്തുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സന്ദേശമുണ്ടല്ലോ, നിങ്ങളുടെ അടുക്കലെത്തുന്ന ഈ സന്ദേശമുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും. നിങ്ങളുടെ മനസ്സിന് മാറ്റം വരുത്തുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യാശ വരുത്തുവാൻ കഴിയും. അതാണ് ഈ സത്യവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾ ഈ വചനം കേട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇതുവരെ ഈ വചനത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ, സ്നേഹിത, ഒരുപക്ഷെ അടുത്തൊരു സാഹചര്യം, ഒരു അവസരം നമുക്ക് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ ആയുസ്സെല്ലാം ദൈവം തമ്പുരാന്റെ കരങ്ങളിലാണ്. എത്രമാത്രം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്: യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, നിങ്ങളുടെ അടുക്കലെത്തുന്ന ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യാശ ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കുന്നു. നിങ്ങളുടെ പാപത്തിന് ഒരു മോചനം ലഭിക്കുന്നു. അപ്പോൾ ഈ വചനം എന്താണ്? നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. ഒന്ന്, ഇത് സത്യവചനം. രണ്ട്, ഇത് സർവ്വലോകത്തിലുമുണ്ട്. മൂന്ന്, ഇത് നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. അടുത്തതായി കാണുന്നത്, നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ ഇത് ദൈവത്തിന്റെ കൃപയാണ്. ഈ ദൈവത്തിന് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, ദൈവത്തിന്റെ കടാക്ഷം കൊണ്ടാണ്, ദൈവത്തിന്റെ ദയ കൊണ്ടാണ് ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സത്യം നിങ്ങൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ എത്രയോ ഭയാനകരമായ ഓരോ ജീവിതമായിരിക്കാം മരണാന്തരം ലഭിക്കുന്നത്. ഈ ലോകത്തിലും സ്വസ്ഥതയില്ല, വരും ലോകത്തിലും നിത്യനരകമാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ പരിതാപകരമാണ്. അതുകൊണ്ട് ദൈവകൃപയാണ്. നിങ്ങൾ ഈ വചനം ശ്രവിക്കുന്നത് ദൈവത്തിന്റെ ഒരു കരുണയാണ്.
ഇവതിനെ അംഗീകരിക്കുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് തയ്യാറാകാം? ലോകത്തിലെ പല ശ്രേഷ്ഠന്മാർക്കും പല മാന്യന്മാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ? ഈ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവവചനമാകുന്ന ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ. അടുത്ത വചനത്തിൽ കാണുന്നു, ഇത് സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇത് ഫലം കായ്ക്കുന്നതാണ് ഈ വചനം. എന്താണ് ഫലം കായ്ക്കുക എന്ന വാക്കിന്റെ അർത്ഥം? നിങ്ങൾ തകർന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു. നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫലമായി തീരും. ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, എത്ര കാലം നീളുന്ന അനുഭവത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിക്കുവാൻ കഴിയും? പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നേരുന്ന പ്രശ്നങ്ങൾ അടുത്തുള്ളവരോട് പോലും പങ്കുവയ്ക്കുവാൻ കഴിയാതെ നിരാശയോടെ ഭാരത്തോടെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. യേശു താങ്കളെ വിളിക്കുകയാ. നിന്റെ ജീവിതത്തിൽ ഒരു ഫലമുണ്ടാകും. പലരും ഒരുപക്ഷെ പറഞ്ഞിരുന്നിരിക്കാം, നിന്റെ കുടുംബം നന്നാകത്തില്ല, നിന്റെ മക്കൾ ഗുണം പിടിക്കത്തില്ലെന്ന് പലരും വിധി എഴുതുന്നിരിക്കാം. എന്നാൽ ഏത് വിധിയെ തിരുത്തുവാനും ഈ സുവിശേഷത്തിന് കഴിയും, ഈ ദൈവത്തിന് വചനത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഏത് തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ വിശുദ്ധ വചനത്തിന് കഴിയും. ഇത് നിങ്ങളുടെ അടുക്കൽ വരികയാ. എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, സഹോദരി, നിങ്ങൾ ഈ വചനത്തെ തള്ളിക്കളയരുതേ എന്ന വിനീതമായി ഒരു സഹോദരൻ എന്ന പോലെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എത്രയോ തകർന്ന കുടുംബങ്ങൾക്ക് ദൈവം രക്ഷ കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർ ആത്മഹത്യയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ മദ്യപാനത്തിൽ നിന്ന് ദൈവിക സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഏക മാർഗം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. ഈ ദൈവവചനത്തിൽ നിങ്ങളെ മാറ്റുവാൻ കഴിയും. ഒരു സിനിമ കണ്ടാൽ ഒരു കുറച്ചു നേരത്തേക്ക് സന്തോഷം കിട്ടും, അല്ലേ? മദ്യം കുടിക്കുന്നവരോട് ചോദിച്ചാൽ അവര് പറയും ഒരു സ്വല്പം ആശ്വാസം കിട്ടും. അതുകൊണ്ടല്ലേ പിന്നെ മദ്യപിക്കുന്നത്? ഒരു പ്രാവശ്യം മദ്യപിച്ചു കഴിഞ്ഞ് ജീവിതത്തിലും അന്ത്യം വരെയും സമാധാനം ലഭിച്ചാൽ, സന്തോഷം ലഭിച്ചാൽ പിന്നെ മദ്യപിക്കണ്ടല്ലോ. സ്നേഹിതാ, നിർത്തൂ. നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന് വിശുദ്ധ വചനം പറയുന്നു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വിശുദ്ധ വചനം വിളിച്ചു പറയുന്നു. ഇതിൽ പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു കാലത്ത് തകർച്ചയിൽ കിടന്ന ഞങ്ങളെ, പാപത്തിന്റെ ബന്ധനത്തിലായിരുന്ന ഞങ്ങളെ, പൈശാചികം നശിപ്പിച്ച ഞങ്ങളെ, ഈ വചനം, കർത്താവായ യേശു ആകുന്ന വചനം ഞങ്ങളെ രക്ഷിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഈ വചനം യേശു ക്രിസ്തുവാണ്. ഈ വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഡിസംബർ 25 ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിച്ചില്ലേ? എന്താണ് അതിന്റെ പ്രത്യേകത? യേശു ക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്തന്റെ ഓർമ്മ നമ്മളെല്ലാവരും കൊണ്ടാടുവാൻ ലോകം മുഴുവൻ കൊണ്ടാടി. സ്നേഹിത, യേശു നിന്റെ ഉള്ളിലുണ്ടോ? അത് യേശുവിനെ പറ്റി മാത്രം ഒരു കേൾവി മാത്രമേ ഉള്ളൂ? യേശു നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? നിശ്ചയമായി ഞാൻ പറയട്ടെ, യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് സ്വസ്ഥത ലഭിക്കും, സമാധാനം ലഭിക്കും, നിങ്ങളുടെ പാപത്തിന് മോചനം ലഭിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശുവിന്റെ വാഗ്ദത്തമുണ്ട്. ഈ സന്ദേശം ശ്രമിക്കുമ്പോൾ എത്ര പേർ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുന്നു? യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ മോചിപ്പിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ വിടുതലുണ്ട്. യേശുവിന്റെ രക്തത്തിൽ പാപമോചനമുണ്ട്. യേശുവിന്റെ രക്തത്തിൽ മോക്ഷമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നിരിക്കാം, എന്റെ കുടുംബം ഒരു ശാപത്തിൻ കീഴിലാണ്, എത്ര അധ്വാനിച്ചായിട്ടും എനിക്കൊരു ഉയർച്ച വരുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എന്റെ ജീവിതം പച്ചപിടിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അടുക്കൽ കടന്നു വരിക. യേശു നിങ്ങളുടെ ശാപത്തിന് മോചനം തരും, നിങ്ങളുടെ പാപത്തിന് മോചനം തരും, നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷം തരും.
ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. സ്നേഹിത, മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല കേട്ടോ. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു. എന്നാൽ വിശുദ്ധ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് അത് അനുസരിച്ചായിരിക്കും ന്യായവിധി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം ഒരു നിത്യഭവനമുണ്ട്, ഒരു നിത്യജീവനുണ്ട് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം. അതോടൊപ്പം തന്നെ ഒരു നിത്യ നരകമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യേശു നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മരണത്തിനപ്പുറമായിട്ടുള്ള നിത്യജീവൻ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഈ വചനം മൂലം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ലജ്ജ കൂടാതെ നിങ്ങൾ മുന്നോട്ട് കടന്നു വരാൻ തയ്യാറാകുമോ? അല്ല എങ്കിൽ ഞങ്ങൾ തന്ന പ്രാർത്ഥനാ കാർഡിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ബന്ധപ്പെടുക. ഇവിടെ കുമളിയിൽ കൊല്ലം പട്ടണയിലുള്ള സിയോൻ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥനകൾ നടക്കുന്നു. നാളെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാം. കൊല്ലം പട്ടണയിൽ ടൗൺ ബേക്കറിക്ക് എതിർവശത്തുള്ള സിയോൻ പ്രാർത്ഥന കേന്ദ്രത്തിൽ കടന്നു വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.